ഹലോ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത് തലവല്ലപ്പറമ്പിൽ കോഴിത്തോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ബഹുമാനപ്പെട്ട അതിലേറെ സ്നേഹം നിറഞ്ഞ ദൈവസാന്നിധ്യമായ ഡോക്ടർ വി.പി. ഗംഗാധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെട്ട ഒരു ക്യാമ്പിൻ്റെ ഓർമ്മയാണ്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരുപാട് പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഡോക്ടറുടെ പേഷ്യൻസായ പലരെയും അല്ലാതെയുള്ളവരുമായ ഒത്തിരി ജനങ്ങളെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഡോക്ടർ പകർന്നു കൊടുക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ നേർക്കാഴ്ച മനസ്സിനെ വളരെയധികം ധൈര്യം പകർന്നു. അതുപോലെ തന്നെ അകാലത്തിൽ പൊലിഞ്ഞു പോയ തൻ്റെ ഭാര്യയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഷാജിച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഷാജിച്ചേട്ടൻ്റെ വികാരനിർഭരമായ വാക്കുകൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട ഗംഗാധരൻ സാർ ജനഹൃദയങ്ങളിലും രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആത്മാവിലേക്ക് എത്രത്തോളം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഡോക്ടർ വി.പി. ഗംഗാധരൻ സാർ ഈ പ്രദേശത്ത് ആദ്യമല്ല, 2ാം തവണയാണ് വരുന്നത്. സാറ് വളരെയധികം ഹൃദയത്തിലേറ്റി നെഞ്ചോട് ചേർത്ത് ഒരു മകളെപ്പോലെ, ഒരു സഹോദരിയെ പോലെ, ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രീതയുടെ നാട്ടിൽ പ്രീതയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്ത് പ്രീതയും കൂടി ഉൾപ്പെടുത്ത് ഈ സ്ഥലത്ത് ഒരു പരിപാടി നടത്തണമെന്നുള്ളൂ. ഒരിക്കൽ സാറിനോട് പ്രീത ഇത് പറഞ്ഞു, എനിക്കിതിന് താല്പര്യമില്ല, ബഷീറിനോടാണ് താല്പര്യം, അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ സമയത്ത് ശ്രീ കെ ഷാജി ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരിയും സഹോദരിയുടെ മകളും ഉണ്ടായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞു, പ്രീത വരട്ട, നമുക്ക് അവിടെ നടത്താം, ഗംഭീരമാകാം. പക്ഷെ പ്രീത ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. എങ്കിലും ആ പ്രീതയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നടത്തുമെന്നുള്ളത്. സാറ് 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സാറ് ഈ ദിനം നമുക്ക് തന്നു. വളരെ തിരക്കുണ്ട് നമുക്കറിയാം. പക്ഷേ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട ശ്രീ മണികണ്ഠനും മലയാള സിനിമയിലെ ഏറ്റവും നല്ല ചലച്ചിത്ര സംവിധായകനായി അവാർഡ് കിട്ടിയിട്ടുള്ള നടനുമായ പ്രിയപ്പെട്ട ഡോക്ടർ സിദ്ധാർത്ഥ ശിവ എന്ന സിദ്ധു, കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട അമരക്കാരനായ ശ്രീ സതീഷ് ജോർജിയേട്ട് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഷാജിയുടെ ഗ്രാമത്തിൽ തീർച്ചയായിട്ടും ഡോക്ടർ എത്തും. വളരെ പ്രതീക്ഷയോട് പ്രീത വിട പറഞ്ഞിട്ട് ഈ ഒക്ടോബർ 19 1 വർഷം കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പം അർബുദം എന്ന രോഗത്തെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ തന്നെ ഇപ്പം കഴിഞ്ഞ 2006 മുതൽ കോട്ടയം കാരിത്താസ് ആശുപത്രി മുതൽ വെച്ച് കണ്ടു പരിചയപ്പെട്ട, അതിനു മുമ്പ് വായനയിലൂടെ അറിയാവുന്ന ഡോക്ടർ വി.പി. ഗംഗാധരൻ എന്ന് പറഞ്ഞ ശ്രീ വൈക്കത്തപ്പനെ ഞങ്ങൾക്ക് കാണാനും അറിയുവാനും ഒക്കെ കഴിഞ്ഞ 17 ഷിങ്ങിൽ പോലും സാറ് ഞങ്ങളെ വിട്ടിട്ടില്ല. സാറ് ഞങ്ങൾ ചേർത്ത് നിർത്തി. എൻ്റെ മോളുടെ കാര്യം, എൻ്റെ മോന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും സാറ് ഞങ്ങളെ ചേർത്ത് നിർത്തിയാണ്. സാറിന് വേണമെങ്കിൽ ഒരു പേഷ്യന്റ് യാത്ര പറയുമ്പോൾ ആ കുടുംബത്തോട് അങ്ങനെയല്ല, സാർ എല്ലാ ആളുകളോടും അങ്ങനെ തന്നെയാണ്. ഒരു ഷാജി മോനോടോ ഒരു പ്രീതയോടോ മക്കളോട് മാത്രമല്ല, സാറിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പേഷ്യന്റ്, ഒരുപക്ഷെ നിങ്ങളെ പലരെയും ഇനി കാണുമ്പോൾ നിങ്ങൾ പറയുമോ കോരിക്കൽ എന്ന് പറയുമ്പോൾ ഓ ഷാജി അല്ലെങ്കിൽ അവിടെ തലയിടപ്പുറം സാർ പറയും. അത്രമാത്രം ഓർമ്മയാണ്. എല്ലാ ആളുകളും സാറിന് അങ്ങനെയാണ്. ഒരു ഷാജിയോ ഒരു ടോമി കല്യാണിയോ ഒരു ഗോപനോ ഒരു മോഹൻ ഡിബാവോ അല്ല. എല്ലാ ആൾക്കും എവിടെ വെച്ച് പരിചയപ്പെട്ടവരും എവിടെ വെച്ചാൽ എപ്പോഴും കണ്ട അത്രമാത്രമാണ്. ഷാജി ഡോക്ടറുടെ പ്രിയപ്പെട്ട മകൻ, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ അപ്പോ ആ ഗോകുൽ ഗംഗാധരൻ എന്ന് പറയുന്ന ലക്ഷർ ഹോസ്പിറ്റലിലെ ഓങ്കാള് സാറിന്റെ പ്രിയപ്പെട്ട ഭാര്യ ചിത്രധാര അടക്കമുള്ള ആ കുടുംബം അടക്കമുള്ള എല്ലാവരെയും, എല്ലാ സാറിന്റെ പ്രിയപ്പെട്ട പേഷ്യന്റിനെ അല്ലെങ്കിൽ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ 17 വർഷമായി ചേർത്ത്. ഒരുപക്ഷെ അതിനു മുമ്പ് ബന്ധപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള കോട്ടയത്തെ ഏറ്റുമാരുടെ അഡ്വക്കേറ്റ് പ്രശാന്ത് രാജേന്ദ്രൻ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ അങ്ങനെ വേറെയുണ്ട്. സാറിന്റെ വാക്കുകളാണ് പ്രാധാന്യം. അതുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷനായിട്ട് ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഡോക്ടറെയും ഗോപിനെയും ടോക്സിനെയും ജോർജ് സാറിനെയും ഒക്കെ വേദിക്കുന്നു. കഴിവുകളെ അംഗീകരിക്കുകയും കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഷാജിച്ചേട്ടന് ഒരു വല്ലാത്ത ഒരു പങ്ക് ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മകൻ്റെ കഴിവ് സാറിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കൊടുത്തു. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അവിടെ അവരുടെ അനുഭവങ്ങളും ആശംസകളും ഒക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി. സ്വാഗത പ്രസംഗവും അതുപോലെ തന്നെ ഓരോരുത്തരും അവനവൻ്റെ അനുഭവങ്ങളും
അവരുടെ ബന്ധുജനങ്ങൾക്ക് ഡോക്ടർ ഗംഗാധരൻ സാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ആശ്വാസവും അനുഗ്രഹവും ഒക്കെ ഓരോരുത്തരും പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുകയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, കാരണം രോഗത്തിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വന്ന് ഒരു എന്താ പറയുക രോഗശാന്തിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ധന്യമുഹൂർത്തമായിരുന്നു ഇത്. വളരെ മനോഹരമായ ആശംസകളും പ്രാർത്ഥനകളുമൊക്കെ വാക്കുകളായി പുറത്തേക്ക് വരുന്ന കുറേയേറെ നിമിഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ തന്നെ പലരും പല പല വ്യക്തിത്വങ്ങളും പിന്നെയും ആഗതരാകുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒരുപാട് പേര് പിന്നെ കുറേ നേരങ്ങൾ കഴിഞ്ഞപ്പോഴും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അമ്മയും അച്ഛനും അവിടെ വരുന്നുണ്ട്. മകളുടെ അകാല വിയോഗത്തിൽ ഇത്ര ദുഃഖിതരായി അവളുടെ ഓർമ്മയിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു ആശുപത്രി സമുച്ചയം തന്നെ അവർ ഉദ്ഘാടനം കഴിഞ്ഞ വേളയായിരുന്നു അത്. അതോടെ ഒപ്പം തന്നെ നമ്മുടെ അങ്ങേയറ്റത്ത് ഒരമ്മ ഇരിക്കുന്നത് കാണാം, TP ആനന്ദവല്ലിയമ്മ. 87 വയസ്സുള്ള അമ്മ. ഉദ്ഘാടന ചടങ്ങിലും താഴെ അമ്മയുടെ സാന്നിധ്യം കാണാം. പ്രിയപ്പെട്ട ആനന്ദവല്ലിയമ്മ ജവഹർ ഹെൽത്ത് സെൻറ്റർ തലോലപ്പറമ്പിലെ പ്രസിഡൻ്റാണ്. അമ്മ ഒത്തിരി വർഷങ്ങളായിട്ട് സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് അമ്മ ഇന്ന് ഈ ഭൂമിയിലില്ല, ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പം അമ്മയുടെ ആത്മാവിന് ആത്മശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ അടുത്തറിയാനും അടുത്ത അമ്മയോട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ എനിക്കൊരു അവസരം കിട്ടി. ഈ 87 വർഷത്തെ അനുഭവ സമ്പത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവച്ചപ്പോൾ ഇനിയും അമ്മയെ കാണാൻ കഴിയുമെന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാനൊന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ഞങ്ങള് പ്രീതിയുടെ കാര്യം പറഞ്ഞത്, ഞാൻ ഇന്ന് പരിപാടിക്ക് പോകാന്ന് പറഞ്ഞപ്പോഴേ എല്ലാ സിസ്റ്റർമാരും ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞൊരു ആദ്യമാണ്. എന്താ വെച്ചാല് ഇത്രയും നാളും പ്രീതിയെ പിടിച്ചു നിൽക്കാൻ കാരണം പ്രീതിയുടെ മനോധൈര്യമാണ്. അത് 100% ശരിയാണ്. കാരണം പലവട്ടം ഞങ്ങൾ പോലും വിചാരിച്ചില്ല പ്രീത തിരിച്ചു വരുന്നുണ്ടോ. പക്ഷെ ആ സമയത്തൊക്കെ പ്രീത ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഷോപ്പിൽ വരുന്നത്. എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ വേദന ഉണ്ടെന്ന് പറയും, പിന്നെ അപ്പുറം വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ മനോധൈര്യം, നമ്മൾ കുറച്ചും കൂടെ ആത്മീയ ഭാഷപ്രകാരം പോസിറ്റിവിറ്റി, ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് പ്രീത വളരെ കാലം ഈ ലോകത്തിൽ മല്ലടിച്ച് നിന്നത്. കാരണം വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഭാഗം കഴിഞ്ഞു, മറ്റൊരു പ്രശ്നമായിട്ടാണ് രണ്ടാമത് വരുന്ന സമയത്ത് പലപ്പോഴും 1 മാസം 2 മാസത്തിനപ്പുറം പലരും തിരികെ മുന്നോട്ട് പോകാറില്ല. പക്ഷെ പ്രീതി എനിക്ക് തോന്നുന്നത് പിന്നെയും ഒരു 2-2.5 വർഷമെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ആ ഒരു ബലം തീർച്ചയായും ഷാജിയും അവരുടെ കുടുംബം എൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും കൈ പിടിച്ചു നിർത്താനൊരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും ഇവിടെ വരാത്തതിൻ്റെ അധികം സന്തോഷമുണ്ട്. കാരണം വർഷങ്ങൾക്ക് വലിയ സ്ഥലമാണ് തലവപ്പറമ്പ്, വൈക്കം, വളയാറൊക്കെ കുറേ ധാരാളം പരിചയമുള്ള ആൾക്കാരെ, ബന്ധുക്കാരെയൊക്കെ സ്ഥലം. എന്തായാലും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചാലും പങ്കെടുക്കാൻ സാഹചര്യമുള്ള സന്തോഷത്തെ ഏർപ്പെടുത്തിക്കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ശേഷം പല മേഖലകളിലെ മുൻപന്തിയിൽ നിന്നവർക്കുള്ള സമ്മാനദാനം അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും നമ്മളുടെ അറിവില്ലായ്മകൾ പലതും മാറ്റിത്തരുവാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറഞ്ഞ സമയത്തുള്ള ക്ലാസ് കൊണ്ട് സാധിക്കുകയുണ്ടായി. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. ഓരോരുത്തരുടെ ഓർമ്മകളും ഒക്കെ പങ്കുവച്ച് ഉള്ള ഒരു മനോഹരമായ ദിനം കൂടിയായിരുന്നു അത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെക്കാൻ പറയും, കുപ്പി ഉപയോഗിക്കാൻ പറയും. അതിനൊന്നും ആധികാരിക റെക്കോർഡ്സ് ഒന്നുമില്ല, പക്ഷെ മെറ്റഡ്. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒരിക്കലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുത്തുകൂടാതെ, കുപ്പിക്കകത്ത് കൊടുത്തുകൂടാതെ. അങ്ങനെ അതൊന്നും നമുക്കൊരു ആധികാരികത എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ വേറെ സെറ്റ് വാണിങ്സ് അങ്ങനെ ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നും അതിൻ്റെ പറഞ്ഞൊന്നും അത് കാർത്തി സെല്ലാണ്. അതായത് ഞാൻ നേരത്തെ നിങ്ങളുടെ
ടി ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ ടി ലിംഫോസൈറ്റ്സ് സാധാരണ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളിൽ വളരെ സംഭവിക്കില്ല. ശരീരത്തിൻ്റെതല്ലാത്ത ഒരു കോശവും വളരെ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് ആണ് ആക്റ്റീവ് ആവുന്നത്. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതുപോലെ നശിപ്പിക്കും. അതുപോലെ തന്നെ ക്യാൻസർ സെൽസും വളരാൻ ശ്രമിക്കാതെ നശിപ്പിക്കും. അപ്പോൾ ക്യാൻസർ സെൽസ് എപ്പോഴും ചെയ്യുന്നത് ഈ ടി ലിംഫോസൈറ്റ്സുകളെ ഉറക്കിക്കിടത്തായിരുന്നു. അതായത് ഈ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ ഉറക്കിക്കിടത്തുക ചെയ്യും. അതാണ് എങ്ങനെയാണ് ക്യാൻസർ വളരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികള് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ പറയാൻ നമ്മൾ ക്യാൻസറിന്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലിംഫോസൈറ്റ്സ് നടത്തുന്നത് നമ്മുടെ ലിംഫോസൈറ്റ് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ടിഷ്യൂകൾ നശിപ്പിക്കും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഭാഗം. അപ്പൊ നമുക്ക് ഈ കാർട്ടി സെന്ററായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ലിംഫോസൈറ്റ്സിനെ പുറത്തെടുക്കും. മാത്രമായിട്ട് പുറത്തെടുത്തിട്ട് നമ്മൾ ഈ ക്യാൻസർ കോശങ്ങളുമായിട്ട് അതിനെ എക്സ്പോസ് ചെയ്യുക, കൾച്ചർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ടി ലിംഫോസൈറ്റ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ക്യാൻസർ സെല്ലുമായിട്ട് നമ്മൾ കുറച്ചാൾ നടത്തി കഴിയുമ്പോൾ ഈ ടി സെല്ലുകൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി നേടുകയാണ്. ആ ടി സെല്ലുകൾ നമ്മൾ തിരിച്ച് നമ്മുടെ ശരീരത്തിൽ കയറ്റിവിടുകയാണെങ്കിൽ അത് പോയിട്ട് നമ്മുടെ ശരീരത്തിലെ ആ ക്യാൻസർ കോശങ്ങളൊക്കെ നശിക്കും. അതാണ് നമ്മുടെ കാർട്ടി സെല്ലിന്റെ ബേസിക് തെറാപ്പിയാണ്. അതൊക്കെ ലോക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ ക്രയോതെറാപ്പി അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അതൊക്കെ നമുക്ക് ലോക്കൽ ഇഫക്റ്റ് വരുന്നത്. അത് പക്ഷേ ഇക്വലന്റ് ഭാഗം തെറാപ്പി അല്ല. നമുക്ക് ഫാർമസിയിൽ വാങ്ങിക്കാം. നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പലരുടെയും വലിയ സാധനം നമുക്ക് വാങ്ങിച്ചെടുക്കാം. എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സാധാരണ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ലൂസ് മോഷൻ ആയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞത് രക്തപോക്കാണ്. അത് ബ്ലീഡിംഗ് തടക്കം എന്ന് പറയും. നമുക്ക് പ്രശ്നം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ തീരുമാനം എടുക്കും. പൈസ ഉണ്ടെങ്കിൽ പൈസ തിരിച്ചിട്ട് പോകാം. അങ്ങനെ 1 വർഷം 2 വർഷം കളഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അത് പലപ്പോഴും നമുക്ക് അപകടമാണ്. നമുക്ക് ഇതിന് 1 പ്രാവശ്യം പോയപ്പോൾ നമ്മൾ പറയും ഡോക്ടറെ കണ്ടുകൊണ്ട് റൂളൗട്ടേക്ക് വളർന്നു കണ്ടില്ലാതെ റൂളൗട്ടേ പറയും. കാരണം നമുക്ക് മറ്റുള്ള ക്യാൻസർ ക്യൂറബിളാണ്. നമുക്ക് പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ ക്യൂറബിൾ ക്യാൻസറാണ്. അതാണ്. പക്ഷെ രോഗലക്ഷണം കോമൺ എന്ന് പറയുന്ന രോഗലക്ഷണം നമുക്ക് ബ്ലീഡിംഗ് ആണ്. പക്ഷെ നല്ല ബന്ധമായിട്ട് ദോഷമായിട്ടൊക്കെ വരുന്നതാണ്. പൈസ കാണുന്ന പുറത്തല്ലേ. അപ്പൊ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കോളോസ്കോപ്പി ചെയ്യും, കൊളോപ്രഷൻ ചെയ്യും. കൊളോപ്രഷൻ ചെയ്തിട്ട് അകത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കും. ചിലപ്പോൾ നമ്മളെ അകത്തുള്ള ക്യാൻസറിന് പുറത്തൊരു ലക്ഷണമായിട്ട് ചിലപ്പോൾ പൈസ വരാം. ഈ പൈസ നമ്മളൊരു കൂടുതൽ നമുക്ക് ബ്ലഡ് ബ്ലോക്ക് ആയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് ചിലപ്പോൾ അകത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ പുറത്ത് വരാം. അപ്പൊ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് പൈസ മാത്രമേ ഉള്ളൂ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ധാരാളം സാധനങ്ങളുണ്ടല്ലേ. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ധാരാളം സാധനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദിവസം രാവിലെ എഴുന്നേറ്റ് വെളിച്ചെണ്ണ നാരങ്ങ വെച്ച് കഴിച്ചാൽ ക്യാൻസർ വരില്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വിലകൾക്കും മഞ്ഞളെടുത്ത് മഞ്ഞളെ ഇഷ്ടപ്പെട്ടിട്ട് മഞ്ഞളെ നമുക്ക് ക്യാൻസറിന്റെ ശക്തിയുണ്ട്. കരിവേപ്പിനുണ്ട്, പയറിനുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇവിടെ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ ശക്തിയുണ്ട്. പക്ഷെ ക്യാൻസർ വന്ന ഒരു വ്യക്തി പോയി കുറെ മഞ്ഞൾ കഴിച്ചുകൊണ്ടോ അങ്ങനെ കുറെ ഇലകൾ തിന്നുണ്ടോ എന്ന് ക്യാൻസർ മാറില്ല. ചികിത്സ എടുത്താൽ മതിയാവും. കല്ലിന് ചെറിയ ലോങ് ടൈം ഇരിക്കുകയാണെങ്കിൽ ഒരു ക്യാൻസറിന്റെ ഒരു കാലഘട്ടം പറയുന്നത് ക്രോണിക് ഇറിറ്റേഷൻ പറയും. ഒരേ സ്ഥലത്ത് ഇങ്ങനെ സാധനം ഇരുന്നാൽ ഇങ്ങനെ ഒരഞ്ഞ് വരികയാണെങ്കിൽ ഒരു ക്യാൻസറിന് ചെറിയ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നാക്കിലൊക്കെ വരുന്ന ക്യാൻസറിന്റെ ഒരു കാരണം പിടിക്കാൻ പറ്റുന്നത് നമ്മുടെ പല്ലാണ്, ഷാർപ്പ് ടൂത്ത്. അതായത് ഒന്നിരിക്കുന്ന
പരിപാടിയുടെ അവസാനം വിശ്വസാഹിത്യ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ ശ്രീ അനസ് ബഷീറിനോടൊപ്പവും ഖദീജ ഉമ്മയോടൊപ്പവും അതോടൊപ്പം ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ ഒപ്പവും കുറച്ച് സമയം ചെലവഴിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ജീവിതം പലർക്കും പലതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, വേദനകൾ ഉള്ളിലൊതുക്കി ഓരോരുത്തരും എത്രത്തോളം പുറം ലോകത്ത് സന്തോഷം കാണിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇത്തരം കൂട്ടായ്മകൾ ഒരുപാട് സഹായിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും നന്ദി.